വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ മൊഴി പുറത്ത്. മാതാവ് ഷമി ആദ്യം കഴുത്തിൽ ഷാൾ മുറുക്കി മരിച്ചുവെന്നാണ് പ്രതീക്ഷിച്ചത്. പിന്നീട് ചുറ്റിക വാങ്ങി മുത്തശ്ശിയായ സൽമാ ബീവിയെ കൊന്നു. വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ കരയുന്ന മാതാവിനെ കണ്ട അഫാൻ ചുറ്റിക കൊണ്ട് തലക്കടിച്ചുവെന്നും അഫാന്റെ മൊഴി. അഫാനുമായി പോലീസ് തെളിവെടുപ്പ് തുടരുകയാണ്. സാജിദ് അജ്മൽ വിശദാംശങ്ങൾ നൽകും. സാജിദ്, പറഞ്ഞു നിൽക്കാൻ കഴിയാത്ത വിവരണാതീതമായ ഒരു അവസ്ഥയാണ്. വെച്ചാൽ ജന്മം നൽകിയ സ്വന്തം മാതാവിനെ 2 തവണ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിൻ്റെ കഥകളാണ് ഇപ്പോൾ അഫാൻ പോലീസിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ മൊഴിയിൽ നിന്ന് കൂടുതലായി പോലീസിന് ലഭിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? പോലീസ് എന്താണ് പറയുന്നത്? സൈഫുദ്ദീൻ, ആദ്യം പുറത്തു വന്നിരുന്ന വിവരപ്രകാരം ഈ ഷമി എന്ന അഫാന്റെ മാതാവിനെ ആദ്യം തന്നെ ചുറ്റിക കൊണ്ട് അടിച്ചു എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ഈ അഫാൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി പ്രകാരം ആദ്യം ഉച്ചയ്ക്ക് 12:30 കൂടിയാണ് ഈ ഷമിയും അഫാനും തമ്മിൽ വീടിനകത്ത് വലിയ തർക്കങ്ങൾ നടക്കുന്നത്. ഇതേ തുടർന്ന് ഈ അഫാൻ ഷാള് അമ്മയുടെ കഴുത്തിൽ ഇട്ട് മുറുക്കുകയും നിലത്തേക്ക് വീഴ്ത്തുകയും ചെയ്തു. ഉടൻ തന്നെ ബോധം പോയിരുന്നു. അപ്പോൾ അഫാൻ പ്രതീക്ഷിച്ചത് മരിച്ചു എന്നുള്ളതായിരുന്നു. പിന്നീട് ഏതാണ്ട് 22 കിലോമീറ്റർ അപ്പുറത്തുള്ള മുത്തശ്ശിയുടെ അടുത്തേക്കാണ് പോകുന്നത്. ഇതിനിടയ്ക്ക് ചുറ്റിക വാങ്ങുന്നു. ഈ ചുറ്റിക ഇടാനായി ഒരു ബാഗും വാങ്ങുന്നു. അതിനുശേഷം ഈ മുത്തശ്ശിയുടെ അടുത്ത് പോയി മാല ചോദിക്കുന്നു. മാല തരില്ലെന്ന് പറഞ്ഞതോടുകൂടി ഈ മുത്തശ്ശിയായ സൽമാ ബിവിയെ കൊലപ്പെടുത്തി. അതിന് ശേഷം മാല പണയം വെച്ച് പിന്നീട് വീട്ടിലേക്ക് പോയപ്പോഴാണ് മുറിക്കകത്തുനിന്ന് ഈ അഫാന്റെ മാതാവ് ഷമി കരയുന്നത് കേട്ടത്. ഈ സമയത്താണ് കയ്യിലുണ്ടായിരുന്ന ചുറ്റിക കൊണ്ട് ഈ തലയ്ക്ക് അടിക്കുന്നത്. ഈ സംഭവങ്ങളെല്ലാം ഈ പോലീസ് അതിന്റെ സമയക്രമവും ഇവരുടെ ആരോഗ്യസ്ഥിതിയും ഡോക്ടർമാരുമായി സംസാരിക്കുമ്പോൾ ഈ മൊഴി കുറച്ചുകൂടി വിശ്വാസയോഗ്യമാണ് എന്നുള്ളതാണ് പോലീസ് വിലയിരുത്തുന്നത്. ഈ പാങ്ങോട് പോലീസിന്റെ ഈ തെളിവെടുപ്പ് പൂർത്തിയായി. ഇന്നലെ ഈ മരിച്ച സൽമാ ബീവിയുടെ വീട്ടിൽ പോയിരുന്നു. അതിനുശേഷം ഈ വെഞ്ഞാറമൂടുള്ള ഈ അഫാന്റെ വീട്ടിലും പോയിരുന്നു. ഇത് കൂടാതെ ഇന്ന് 3 സ്ഥലത്താണ് തെളിവെടുപ്പ് നടന്നത്. ആദ്യം ഈ ചുറ്റിക വാങ്ങിയ കടയിൽ കൊണ്ടുപോയി. ഈ ചുറ്റിക വാങ്ങിയ വ്യക്തി അഫാനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പിന്നീട് ഈ മുത്തശ്ശിയുടെ സ്വർണം പണയം വെച്ച കടയിൽ കൊണ്ടുപോയി. അവിടെയും ഈ അഫാനെ തിരിച്ചറിഞ്ഞു. പിന്നീട് ഈ ചുറ്റിക സൂക്ഷിക്കാനായി ബാഗ് വാങ്ങിയ സ്ഥലത്തും കൊണ്ടുപോയി. അങ്ങനെ പാങ്ങോട് പോലീസിന്റെ ഈ തെളിവെടുപ്പ് പൂർത്തിയായി. ഇന്ന് 4 മണി വരെയാണ് ഈ കോടതി കസ്റ്റഡിയിൽ വെക്കാനുള്ള അനുമതി പാങ്ങോട് പോലീസിന് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉച്ചയോടുകൂടി ഈ അഫാനെ ഇന്ന് കോടതി ഇല്ലാത്തതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കും. പിന്നീട് ഈ ജയിലിലേക്ക് മാറ്റാനാണ് സാധ്യത. പിന്നീട് വെഞ്ഞാറമൂട് പോലീസിന് കൂടി തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അടുത്ത ദിവസം വെഞ്ഞാറമൂട് പോലീസ് ഈ കസ്റ്റഡി അപേക്ഷ തിങ്കളാഴ്ചയോടുകൂടി തന്നെ നൽകും. അടുത്ത ദിവസത്തിലായി തന്നെ വെഞ്ഞാറമൂട് പോലീസിന് അഫാനെ കസ്റ്റഡിയിൽ നൽകാനാണ് സാധ്യത. സൈഫു.